ഒരു മോട്ടിവേഷൻ ക്ലാസ്, നല്ലൊരു ക്ലാസ്. അതിപ്പം ഏതാണ്ട് തീരാൻ പോകുന്നത്, അവസാനിക്കാൻ പോകുന്നതേ ഉള്ളൂ. ആ പ്രവർത്തനങ്ങളോട് തുടങ്ങി രണ്ടാമത്തെ പ്രോഗ്രാമാണ് ഇന്നിവിടെ നടക്കുന്നത്. നിങ്ങളോടൊപ്പം എനിക്ക് തോന്നുന്നു ഞാനൊരു 5ാമത്തെ വർഷമാണ് ലൈംഗികതയിലേക്ക് വന്നിട്ട്. ഈ 5 വർഷവും ഈ 5ാമത്തെ വർഷവും എനിക്ക് ഇവിടെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ വരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു ചാരിതാർത്ഥ്യത്തോടുകൂടി ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളെല്ലാവരും ഞാൻ ഈ 1 വർഷത്തെ പ്രവർത്തനങ്ങൾ പ്രസിഡൻ്റായിട്ട് ഞാൻ ഇന്ന് തൊട്ടാണ് എൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളെയും ഇനി വരുന്ന കാലം, ഈ 1 വർഷക്കാലം നിങ്ങളെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്ന സുവിചേഷണം ഒക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൂടി കൂട്ടി നിർത്തിക്കൊണ്ട് ഇത് ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ അയൽവക്കാരൻ എല്ലാം ഇവിടെ ഉണ്ട്. അവിടെ ജോഷിയേട്ടൻ എൻ്റെ നല്ല സുഹൃത്താണ്. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഓർത്തുകൊണ്ട് നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മരിയാസ് ദിനത്തിൽ വന്ന് ഈ ഐശ്വര്യപൂർവ്വം തുടങ്ങാൻ സാധിച്ചുള്ള സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ്. സിബി പറയുകയുണ്ടായി, ഞാൻ ഗവർണറായിരുന്ന കാലത്ത് ഏറ്റവും മികച്ച അവാർഡുകളെല്ലാം തന്നെ സിബിയാണ് നേടിയത്. കാരണം എനിക്കറിയാം, എല്ലാ ദിവസവും സിബി അരുവിത്രയുടെ പ്രവർത്തനങ്ങൾ ഇല്ലാത്ത ഒരു ദിവസവും ഡിസ്ട്രിക്ട് 318 ഇല്ലാതെ പോകുന്നു. എല്ലാ ദിവസവും നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് സിബി. അതുകൊണ്ട് തന്നെയാണ് എല്ലാ അവാർഡുകളും അദ്ദേഹത്തിന് കിട്ടുന്നത്. സ്വാഭാവികമായും പ്രവർത്തന നിരതരായവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ലയൺസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യന്താപേക്ഷിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, ദിയ ഇപ്പോൾ യങ്ങസ്റ്റ് പ്രിൻസിപ്പൽ ചെയർമാനായിട്ട് പാലായി വന്നിരിക്കുകയാണ്. വളരെ ആക്റ്റീവായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തി ആയിരുന്നില്ല ദിയ. പക്ഷേ ഇവിടെ വന്ന ശേഷം ഒട്ടും സമയം കളയാനില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മടുപ്പോ എന്നൊരു ചോദ്യം എനിക്കുണ്ട്. തീർച്ചയായിട്ടും നമുക്കൊക്കെ അറിയാം, ഞാൻ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ആയിരുന്നപ്പോഴും എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്ന് വെച്ചെങ്കിലും കാണുന്നതാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഓരോ രീതിയിൽ ഏറ്റവും അടുത്തറിയാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. ഈ ഗ്രൂപ്പ് ചെയർപേഴ്സണായിട്ട് കയറിയ അപ്പോൾ തന്നെ മരിയാസ് ദിനത്തിൽ വെച്ചാണെങ്കിലും നമ്മുടെ ഒത്തിരി പരിപാടികളായി. NDCBയിൽ നിന്ന് പ്രത്യേകം അഭിനന്ദിക്കണം. കാരണം ട്രൂ സർവീസ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു ആളാണ്. ഒത്തിരി നല്ല കാര്യങ്ങൾ. അതിപ്പം പേഴ്സണലി ആണെങ്കിലും ഞാൻ വാർഡിൽ ഒരു ആവശ്യത്തിന് വേണ്ടി അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തപ്പം നിറഞ്ഞ സന്തോഷത്തോടെയാണ് അദ്ദേഹം അത് ചെയ്തു തന്നിട്ടുള്ളത്. അപ്പൊ ഇന്നിവിടെ ഒത്തിരി ഹങ്കർ റിലീഫിന്റെ ഭാഗമായിട്ട് പ്രിൻസെക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം കുറച്ചുകൂടി ഈസിയർ ആക്കുവാനും മരിയാസ് ദിനത്തിലെ ആൾക്കാർക്ക് ഒത്തിരി നല്ല ആൾക്കാരുടെ ഇവരെപ്പോൾ ഒത്തിരി നല്ല വ്യക്തികളുടെ കരുണ കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും അവർക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. അവർ നിങ്ങളെ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഓർക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനി ഒത്തിരി കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ലയൺസ് സാധിക്കട്ടെ. അതിന് നേതൃത്വം കൊടുക്കാൻ സിബിഎംകളിനെ പോലുള്ള ലയനുകൾക്ക് സാധിക്കുന്ന സിൻസിയറായിട്ട് ആശംസിക്കുന്നു. ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഈ ഹങ്കർ റിലീഫ് പ്രോജക്റ്റിന്റെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. ഏതാനും പ്രോജക്റ്റുകളിൽ 2 പ്രോജക്റ്റുകളാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. ഒന്ന്, യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി നിങ്ങൾക്കൊരു നല്ല മോട്ടിവേഷൻ ക്ലാസ്. രണ്ടാമതായി, നിങ്ങൾക്ക് ഇന്ന് ഏതാണ്ട് 35,000 വില വരുന്ന വിവിധങ്ങളായ ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെട്ട നിങ്ങൾക്കെന്നും ഉപയോഗിക്കേണ്ടതായ നിത്യോപയോഗ സാധനങ്ങൾ അടങ്ങിയ ഒരു നല്ല ശേഖരം തന്നെ നിങ്ങൾക്കായി ഇന്ന് അരുവിക്കര ലയൺസ് ക്ലബ് കൊടുത്തിട്ടുണ്ട്. ഏറെ സന്തോഷത്തോടെ ഞാൻ കാര്യം പറയുകയാണ്. ഞങ്ങളുടെ ലയൺഷിപ്പ് വർഷം ആരംഭിക്കുന്നത് എന്ന് പറയുന്നത് ജൂലൈ 1 മുതൽ ജൂൺ 30 വരെയാണ്. അതായത് ഇന്ന് ആരംഭിച്ച് 1 വർഷക്കാലമാണ് ഞങ്ങളുടെ ലയൺഷിപ്പ് ഇയർ. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ ഞങ്ങളുടെ ഡയറക്ടർ തീരുമാനമെടുത്തു, ഈ വർഷത്തെ പുണ്യപ്രവൃത്തികൾ ആരംഭിക്കുന്നത് ഏറ്റവും നല്ല പുണ്യകേന്ദ്രമായ പാലായിലെ ഹൃദയഭാഗത്തുള്ള മരിയാസ് സദനത്തിൽ വെച്ചായിരിക്കണം എന്ന് ഞങ്ങളുടെ ഡയറക്ടർ തീരുമാനം അനുസരിച്ചാണ് ഇന്നിപ്പോൾ ഞങ്ങളിവിടെ ഞങ്ങളുടെ ആദ്യത്തെ ഹങ്കർ റിലീഫ് പ്രോഗ്രാം നിങ്ങളോടൊപ്പം മരിയാസ് സദനോടൊപ്പമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഞങ്ങൾ ഏറെ സന്തോഷമാണ്. ഈ വർഷം മുഴുവൻ ഈ ഹങ്കർ റിലീഫ് പ്രോഗ്രാം വിശക്കുന്നവർക്കായ ആഹാരം എന്ന ഞങ്ങളുടെ ഈ പ്രോഗ്രാം നല്ല രീതിയിൽ നടക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന്റെ ചുമതലയുള്ള മണിപ്പൂരിലെ കോർഡിനേറ്റർ മുൻ ഗവർണറുമായ പ്രിൻസ് കരിയാസാറുണ്ട്.
തീർച്ചയായും അദ്ദേഹം യോബും ഭാര്യയും ദൈവവും മാത്രവുമായി ദൈവത്തോട് ചോദിക്കണമെന്നുള്ള, പക്ഷെ എന്ത് ചോദിക്കാൻ? എല്ലാം തകർന്നു നിൽക്കുന്ന സാഹചര്യം ആരോട് ചോദിക്കാൻ? പക്ഷേ ദൈവത്തോട് ചോദിക്കാൻ യോബ് മനസ്സിലാക്കിയില്ല. ആ സമയം ഉപദേശിക്കാൻ കുറെ പേര് വന്നു. നിന്റെ കുഴപ്പം കൊണ്ടാണ് വന്നത്, നിനക്ക് ഇങ്ങനെ ആകാമായിരുന്നു, അങ്ങനെ ആകാമായിരുന്നു. തത്വചിന്തകൾ കൊണ്ട് യോബിനെ വീർപ്പ് പൊട്ടിച്ച നിമിഷം. അതിനൊന്നും കാര്യമായിട്ട് മറുപടി പറയാൻ യോബിനില്ല. കാരണം എല്ലാം നഷ്ടപ്പെട്ട ഒരു ജീവിതത്തിൽ എന്ത് പറയാൻ, ആരോട് പറയാൻ? അപ്പോൾ സ്വന്തം ഭാര്യ വരെ കൂടെ നിൽക്കുന്ന കാര്യമില്ല. ഭാര്യ വരെ പറഞ്ഞു, ഇനി നീ നിന്റെ ദൈവത്തെ പിടിച്ചുകൊണ്ടിരുന്നു, ദൈവം മൂലം ഉണ്ടായ നഷ്ടമല്ലേ. പക്ഷെ യോബിന്റെ ജീവിതത്തില് ആ യോബ് എന്നറിയപ്പെടുന്ന വ്യക്തി തകർന്നടിഞ്ഞു പോയിട്ടും തന്റെ ദേഹത്ത് വരെ രോഗങ്ങൾ വന്നിട്ടും ദൈവമെന്ന് പറയുന്ന കച്ചത്തുരുമ്പിൽ പിടിച്ചു നിന്ന് യോബ് അദ്ദേഹത്തിന്റെ ചിന്താഗതിയിൽ മാറ്റം വരുത്തി. എന്റെ ദൈവത്തെ ഒരിക്കലും തള്ളി പറയത്തില്ല. എന്റെ ശരീരം തകർന്നു പോയാൽ ഞാൻ അങ്ങനെ ഇല്ലാത്ത അവസ്ഥ ദൈവത്തെ കാണും. ഇനി ഇങ്ങനെ ശരീരമുണ്ടെങ്കിലോ ആ രോഗത്തെ ദൈവത്തെ കാണും. ഒരുപക്ഷെ രോഗപ്രകാരമുള്ള യാത്രയ്ക്ക് ഒരു അന്ത്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് മുമ്പോട്ട് പോകുന്ന യാത്രയ്ക്ക് ചില പ്രതീക്ഷകൾ കൊടുത്തു. യോബ് അവിടെ കൊണ്ട് തീരുമെന്നുള്ള ഒരു രീതിയിലല്ല ചിന്തിച്ചത്. യോബ് ചിന്തിച്ചത് ദൈവത്തിന് എന്തും സാധിക്കും. ആ സാധ്യത ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ കഴിയുന്ന മൈൻഡ് സെറ്റിൽ കരുതിയിരിക്കുന്ന ദൈവ സാന്നിധ്യമാണ്. അപ്പൊ അങ്ങനെ യോബ് ആ ഒരു വാക്ക് ഭാര്യയോട് പറഞ്ഞു. നമ്മുടെ കഷ്ടപ്പെടുത്തിയ സാഹചര്യങ്ങളും ദൈവവുമായിട്ടുള്ള സംഘർഷമാണ് പിന്നീട് കാണുന്നത്. അവസാനം ദൈവം യോബിന് ഒരു വലിയ വിടുതൽ കൊടുക്കുകയാണ്. ആ സമയങ്ങളിൽ ഈ പറയുന്ന യോബിന്റെ എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ എന്താണ്, അതെല്ലാം അനേക മടങ്ങായിട്ട് തിരിച്ചു കിട്ടി. ചില നഷ്ടങ്ങൾക്ക് കറക്റ്റായിട്ട് നമുക്ക് നഷ്ടപരിഹാരമോ റീപ്ലേസ്മെന്റോ കിട്ടത്തില്ല. പകരം നമ്മുടെ മനസ്സിൽ ചെറിയ സന്തോഷമാകട്ടെ നമ്മുടെ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. നമുക്കൊന്നും കഴിഞ്ഞുപോയ ഒരു ചരിത്രം ഫ്ലാഷ് ബാക്ക്. മോഹൻലാൽ ഒരു പരസ്യത്തിൽ പറയുന്നത്, അതൊരു ചലച്ചിത്രകാരനാണ്, ആക്ടറാണ്. ഒരു അഭിനയം തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് റീ ഷൂട്ട് ചെയ്യാം, റീ എഡിറ്റ് ചെയ്യാം, റീടേക്ക് ചെയ്യാം. പക്ഷെ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ വരുമ്പോൾ ഇന്ന് നമുക്ക് മിസ്സിംഗ് ആയി നമുക്ക് റീടേക്ക് ചെയ്ത് നമുക്ക് വീണ്ടും പഴയതാക്കാൻ പറ്റത്തില്ല. അപ്പൊ എയ്ഡ്സ് ആരുമായിരിക്കില്ല, പക്ഷെ ആരെങ്കിലും എവിടെയെങ്കിലും ഒരാൾ ചിലപ്പോൾ പ്രായത്തിൽ പഠിക്കുമ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞ നമ്മുടെ കൂട്ടുകാരൻ, ഇന്ന് അവരവിടെ ഉണ്ടോന്ന് അറിയില്ല, എങ്കിലും ആ കൊള്ളാമെന്ന് പറഞ്ഞ കൂട്ടുകാരനെ മനസ്സിലോർക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പുതുമയുണ്ടാകും, ഒരു തളർക്കുന്ന അവസ്ഥയുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് കറക്റ്റ് റൂട്ടിലേക്ക് വഴിവിട്ട് നടത്തിയ ആളുണ്ടാകാം, നമ്മളെ ഇന്നിലേക്ക് നയിച്ചതായ ചില ആളുകളുണ്ടാകാം. അവരുടെ ക്ഷമ പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ മനസ്സിന്റെ ഇന്നത്തെ വിഷമം. എളുപ്പമല്ല, പറയാൻ എളുപ്പമാണ്. ഇനി വേണ്ടത് നല്ല സ്വപ്നങ്ങളാണ്, ക്രിയേറ്റിവിറ്റി. ഇവിടെ ഈ കാണുന്ന ചിത്രങ്ങളോടെ എല്ലാവരും കടന്നു പോകും. ഓരോ ചിത്രങ്ങളും നമ്മൾ സംസാരിക്കുമ്പോൾ നാം വന്ന വഴികളിൽ എത്ര തിളക്കമാർന്ന നിമിഷങ്ങൾ. അവിടെ ഒരു ചിത്രം ഉണ്ടായിരുന്നു, വഴിയോരത്ത് നടന്നുപോയ ഒരു ചേട്ടനെ സ്വന്തം നമുക്കറിയാം ഗ്ലൗസും മറ്റ് ഡെറ്റോളും ഒക്കെ ഉപയോഗിച്ച് വളരെ ഹൈജീനിക്കായിട്ട് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളിൽ പ്രിയമുള്ള സന്തോഷ് സാറ് അദ്ദേഹത്തെ ചെന്ന് അവിടെ ആ സ്ഥലത്ത് പോയി ഉയർത്തിക്കൊണ്ടുവരുന്നത് അത് മനസ്സിന്റെ വിശാലതയാണ്. അതിരുകളില്ലാത്ത മനുഷ്യ സ്നേഹം മനസ്സിൽ നിറയുമ്പോഴാണ്. അപ്പൊ നമ്മുടെ മനസ്സിലും ആ ഒരു മനസ്സിൽ നിറയുമ്പോൾ നഷ്ടപ്പെട്ടതിന് പകരം റീപ്ലേസ് ചെയ്യും. ബൈബിളില് ഒരു സംഭവം നമുക്കറിയാം, ജോബിനെ കുറിച്ചാണ്. ജോബിന് ദൈവം എല്ലാ കാര്യങ്ങളും അനുഗ്രഹങ്ങളും കൊടുത്തു. കാരണം ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ആളായിരുന്നു. വസ്തുവകകളും വീടും മക്കളും നമുക്ക് എത്തേണ്ട അല്ലാത്ത സ്ഥലത്ത് പോയി സ്ക്രിപ്റ്റും കഥയും തിരക്കഥയും നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പൊ നമുക്ക് ഏറ്റവും മനുഷ്യന്റെ അധികാരം നഷ്ടപ്പെട്ടു പോകാം, പണം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, എന്ത് ഗ്യാരണ്ടിയാണ് ഉള്ളത്? വളരെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ പത്രങ്ങൾ അറിഞ്ഞാണ് കോടീശ്വരനായ ഒരു ചെറുപ്പക്കാരൻ, നല്ലൊരു വീട് അന്തരീക്ഷമാണ്, അവന് ഏറ്റവും നല്ല വിദ്യാഭ്യാസമുണ്ട്, ജീവിത സാഹചര്യമുണ്ട്, ടെൻഷൻ ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞിട്ടില്ല, നല്ല മിടുക്കനായ ഒരു കൊച്ചായ പറ്റിയത് 20 വയസ്സുകാരി ഒരു പെൺകുട്ടിയായിട്ട് വിവാഹം ഉറപ്പിച്ചു. 17 കോടിയുടെ ഒരുപക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആരും ഒന്നും പറയുന്നില്ല. കഴിഞ്ഞ ദിവസം മേലുകാവിലെ അവരുടെ പുരോഹിതന്റെ പ്രിയപ്പെട്ട മിസ് മരണപ്പെട്ടു പോയപ്പോൾ ഒത്തിരി പേര് മണിക്കൂറുകൾ നീണ്ട പ്രഭാഷണങ്ങൾ നടത്തി, ഓർമ്മപ്പെടുത്തലുകൾ നടത്തി. അവസാനം അവിടെ പ്രസംഗിക്കാൻ വന്ന അച്ഛൻ പറഞ്ഞത്, ഇത്രയും നീണ്ട പ്രസംഗം നിങ്ങൾ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ നേരിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ ആ പ്രതീക്ഷയുടെ സ്വപ്നങ്ങളുടെ ആഗ്രഹം കൊണ്ട് ആ മാതാവ് വീണ്ടും ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ആർക്കു വേണ്ടി ഒരു വാക്കിന്റെ ഉപകാരം പോലും ചെയ്യില്ലായിരിക്കും, അല്ലെങ്കിൽ ചെയ്തവരെ ഓർക്കുന്ന ഒരു പാരമ്പര്യം നമുക്കില്ലായിരിക്കാം. പക്ഷേ നമുക്ക് വേണ്ടി ഒരു കൈത്താങ്കൾ തന്ന സപ്പോർട്ട് ചെയ്ത നല്ലവർ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. ഒരുപക്ഷെ നമ്മുടെ അച്ഛനാകാം, അമ്മയാകാം, അയൽപ്പക്കത്തെ ചേട്ടനാകാം, ചേച്ചിയാകാം, നമ്മളെ പഠിപ്പിച്ച അധ്യാപന ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും
ഒരാളെങ്കിലും ഒരു പ്ലസ് പോയിന്റ് വാക്ക് പറഞ്ഞെങ്കിൽ അത് ജീവകാലം മുഴുവൻ നിക്ഷേപമായിട്ട് മനസ്സിൽ സൂക്ഷിക്കാൻ നമ്മുടെ പണം സമ്പത്ത് ഇതെല്ലാം നമ്മുടേതല്ലാത്ത രീതി കൊണ്ട് നഷ്ടപ്പെടുക, നമ്മുടെ കുറ്റം കൊണ്ടാകണമെന്നില്ല. പക്ഷേ അവിടെ തളർക്കുന്നത് നമ്മുടെ അവശേഷിക്കുന്ന ചില സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിൽ തരാൻ വേറെ ഒന്നും പറയാനായിട്ടില്ല. മനസ്സിൽ ഇനിയും നല്ല സ്വപ്നങ്ങൾ വേണം. ഇനിയും സമയമുണ്ട് നമ്മുടെ ഓരോ ഡേയ്സ് തീർക്കാനായിട്ട്. സിനിമയിൽ ഒരു കഥാപാത്രം ഇല്ലെങ്കിൽ വേറെ കഥാപാത്രത്തെ വെച്ച് ഒരുപക്ഷെ ഒരു പുറംലോകത്തോട് സംസാരിക്കുന്നവരെ സംസാരിക്കോ എനിക്കോ നമുക്കോ ആകില്ല. കാരണം നമ്മളെ ചേർത്ത് നിർത്തുന്നത് നമ്മുടെ മനസ്സിന്റെ വിങ്ങലറിയുന്ന, വിഷമം അറിയുന്ന, പ്രതീക്ഷകളും സ്വപ്നങ്ങളും അറിയുന്ന ദൈവസന്നിധിയുടെ കാവൽക്കാരന്റെ അരികിലാകുമ്പോൾ അതാണ് ഏറ്റവും വലിയ ആശ്വാസം. മരിയസ്ഥാനത്തില് ഒരു പുതിയ തലമുറയുടെ തുടക്കമാണ്, ഒരു പുതിയ ജീവിതാരംഭത്തിന്റെ തുടക്കമാണ്. കരുതലും കാവലുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ജീവിക്കുവാനും ഏറ്റവും അഭിമാനത്തോടെ ജീവിക്കുവാനും നമുക്ക് കരുത്ത് പകരുന്നത് ഓർമ്മകളുടെ ഓളങ്ങളിലേക്ക് പോകാതെ പഴയതിനെ മറന്നുകൊണ്ട് മനസ്സിൽ ഇന്നും വിഷമിപ്പിക്കുന്ന കുറ്റബോധങ്ങൾ മാറ്റി നിർത്തി ഒരുവൻ ദൈവത്തിലായിത്തീർന്നാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അതിന് മതം മാറ്റത്തിന്റെ അർത്ഥമില്ല, മനം മാറ്റത്തിന്റെ അർത്ഥമാണ്. അതിന് മാനസാന്തരത്തിന്റെ അർത്ഥതലങ്ങളുണ്ട്. ഒരു പൊതു സൃഷ്ടിയായിട്ട് മാറുന്നതിന്റെ ഒരു വലിയ അർത്ഥതലങ്ങളുണ്ട്. ദൈവം എന്ന് പറയുന്ന സാർവലൗകിക സ്നേഹം നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു മത വാക്കുകൾക്കോ മത ആചാരങ്ങൾക്കോ മത അനുഷ്ഠാനങ്ങൾക്കോ ലോകപ്രകാരമുള്ള ഒരു മോട്ടിവേഷനോ ഒന്നും സാധിക്കാതെ വരുമ്പോൾ നമ്മുടെ സ്വപ്നം അതിന് കറക്റ്റായ വഴി മാർഗരേഖയുമാണെങ്കിൽ ആ സ്വപ്നം തളർക്കും, പുഷ്പിക്കും, പടർന്നു വന്നിരിക്കും. തകരുന്ന ജീവിതത്തിൽ നിന്ന് അനേകർക്ക് കൈത്താങ്ങായി മാറിയ സന്തോഷ്, മിനി എന്ന ആ വലിയ വ്യക്തികളെ ദൈവമില്ല. ചില വാക്കുകൾ ചില സമയം ചിലരുടെ മനസ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം. ലോകപ്രകാരമുള്ള ഷെൽട്ടർ കൊണ്ട് നമുക്ക് അവിടെ നിൽക്കാൻ കഴിയുന്ന വരികയില്ല. ലോകപ്രകാരം കിട്ടുന്ന ആഹാരം കൊണ്ട് നമുക്ക് നമ്മുടെ വിശപ്പും ദാഹവും തീരുകയില്ല. ദൈവം നമ്മളെ സ്പർശിക്കുന്ന നിമിഷം, ദൈവം നമ്മുടെ മനസ്സിനോട് ചേർന്ന് സംസാരിക്കുന്ന നിമിഷം, അത് ഒരു റെയിൽവേ പാളത്തിന്റെ അരികിൽ നിന്നുള്ള വിടുതലായിട്ട്, ഒരു മരണക്കയത്തിൽ നിന്ന് വിടുതലായിട്ട്, ഒരുപക്ഷെ വിഷക്കുപ്പിയിൽ മുമ്പിൽ നിന്ന് ജീവനിലേക്കുള്ള വഴിയാത്രയായിട്ട്, ഒറ്റപ്പെടലിൽ നിന്ന് കൈതാങ്ങി നമ്മളെ ഉയർത്തുന്ന ദൈവത്തിന്റെ കരമായിട്ടൊക്കെ അവതരിക്കുന്നത് നാം എത്തിച്ചേരുന്നത് എവിടെ എന്നർത്ഥമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് എല്ലാം നഷ്ടപ്പെട്ട് ഒരുപക്ഷെ ആത്മഹത്യയെ പോലും അഭയം തേടാൻ ചോദ്യചിഹ്നമായി നിൽക്കുന്ന സമയത്ത് സന്തോഷ്, മിനി എന്ന യുവദമ്പതികളുടെ മുമ്പിൽ, അവരുടെ മക്കളുടെ മുമ്പിൽ നാം കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ മൂവാറ്റുപുഴ ആറിലൂടെ കടന്നുപോയ അനുഭവങ്ങളുടെ സങ്കീർണമായ കണ്ണീർ കടലിന്റെ ആഴങ്ങളിൽ കടന്നുപോയവർ അവർ എത്തിപ്പെട്ടുന്നത് എവിടെയാണ്? അങ്ങനെ ആ കുടുംബം എത്തിപ്പെട്ടത് ദൈവസന്നിധിയിലായിരുന്നു, പ്രാർത്ഥനയുടെ തീരത്തായിരുന്നു. ആ ധ്യാന കേന്ദ്രത്തിൽ നിന്നും അവരെ പിടിച്ചു വരുത്തിയ ദൈവവചനമായിരുന്നു. ആരാധന എന്ന് പറയുന്നത് സേവനമാണെന്നും കരുതലാണെന്നും കാവലാണെന്നും മനസ്സിലാക്കി പ്രാർത്ഥനയോടുകൂടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സന്തോഷ്, മിനി ദമ്പതികൾ ഒരു പുതിയ സൃഷ്ടിയായിട്ടാണ് ഇറങ്ങി വന്നത്. ആ യാത്ര പോകുമ്പോൾ തന്നെ വഴിവക്കിൽ കണ്ട പ്രമേഹ രോഗത്തിൽ ഭാരപ്പെട്ടിരുന്ന ആരുമില്ലാതിരുന്ന ഒരു തോമസ് ചേട്ടനെ കൂടെ കൂട്ടി സ്വന്തം വീട്ടിൽ കരുതലായി കാവലായി അന്നമായി നിന്നു. പലരും കുറ്റപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത ആ ഒരു വാതിൽ തുറന്നു കൊടുത്തത് ഇന്ന് 500-ൽ പരം അശരണർ എന്ന് പറയാനില്ല, പ്രതീക്ഷിച്ച് ഉയരുവാനുള്ള അനേകം ആളുകൾക്ക് കൈത്താങ്ങലായിട്ടാണ് ആ വാതിൽ തുറന്നത്. കൃപയുടെ വാതിൽ തുറന്നത് മരിയ സദനം എന്ന വീട്ടിൽ മാതാവിന്റെ സ്നേഹവായ്പോട് കൂടി, പരിശുദ്ധ തമ്പുരാന്റെ ആ ഒരു കാവലോട് കൂടി നമ്മുടെ സന്തോഷ് സാറിനെയും പ്രിയമുള്ള മിനി മാഡത്തെയും 30 വർഷത്തോളം മുമ്പ് നമ്മുടെ ജീവിതത്തിൽ തകർന്നടത്തപ്പെട്ടു പോയ ഒരു ജീവിതം, ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്നതായ ഒരു ചരിത്രത്തിന്റെ സ്വപ്നത്തിന്റെ തീരത്താണ് നാം ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒരു കുടുംബമായി പറഞ്ഞിരിക്കുന്നത്. ഒരു മാതാവിന്റെ കരങ്ങളോടെ മരിയ സദനത്തിലെ ഈ മുറികളിൽ, ഈ വീടുകളിൽ, ഈ വഴിത്താരിൽ നിന്ന് നടക്കുമ്പോൾ ദൈവവചനമാണ്. എല്ലാ വാക്കുകളും എപ്പോഴും എല്ലായ്പ്പോഴും ആരെയും സ്വാധീനിക്കണമെന്നില്ല. ചില വാക്കുകൾ ചില സമയം ചിലരുടെ മനസ്സിൽ വലിയ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്തിരുന്നതായ വെള്ളക്കാരൻ ഗാന്ധിജിയുടെ കുറച്ച് കാർട്ടൂൺ ചിത്രങ്ങൾ വരച്ച് മോശമായ വാക്കുകൾ എഴുതി അദ്ദേഹത്തെ